ആനക്കുളത്ത് ആനേനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആന ഇതുവരെ എത്തിയിട്ടില്ല. ഇത് ജീപ്പ് സഫാരിക്ക് വേണ്ടി കിടക്കണതാണ്. ആന ഇതുവരെ എത്തിയിട്ടില്ല. കട്ട വെയിറ്റിങ്ങിലാണ്. അത് ബാഗിലോട്ട് കട്ട വെയിറ്റിങ്ങിലാണ്. ആന ഇതുവരെ എത്തിയിട്ടില്ല. ആനക്കുളമാണ്, ആനക്കുളം. ഇത് ജീപ്പ് സഫാരിയാണ്. ബാരിക്ക് കിടക്കണ ജീപ്പുകൾ. ആനക്കുളം ആന വെള്ളം കുടിക്കാൻ പറ്റുന്ന ഏരിയയാണിത്. വേണ്ടോ, ആന ഇതുവരെ വന്നിട്ടില്ല. 4:30-5 മണിയായി. ആന ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടെ എങ്ങാണ്ടാ ഒന്ന് കുടിക്കണമെന്ന് തോന്നണത് നിങ്ങൾ. ആനക്കുളമാണ്, ആനക്കുളം. ആന 5:30 ആയി. ആന വന്നില്ല. ആന ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ മഴ പെയ്താൽ പിന്നെ ആന ഇത്തിരി വരാൻ ഡിലേ ആവും. എന്തായാലും ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പം 5:30 ആയിട്ടുള്ളൂ. റൂം എടുത്ത് ഇങ്ങനെ ഇരിക്കണേണ്. നല്ല ഏരിയയാണ്, നല്ല ആൾക്കാരും. ഇവിടെ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇത്തിരി ഫുഡും കൊണ്ടൊക്കെ വരണം. കാരണം കുടിച്ച വെള്ളം പച്ചവെള്ളം പോലും കിട്ടൂല, ഫുഡ് ഉണ്ടാവില്ല. കോടമഞ്ഞ്, അതന്നെ കോടമഞ്ഞ്. ഇതേ കണ്ട, കോടമഞ്ഞ് ഇറങ്ങിയേക്കണണ്ട. ഇത് ആനക്കുളമാണ്. ആനക്കുളം ഓഫ് റോഡ് പോകാൻ താല്പര്യമുള്ളവർക്ക് രാവിലെ ഒരു 6 മണിക്ക് വന്നെയാണെങ്കിൽ 3.5 മണിക്കൂർ പിടിക്കും. കാട്ടിക്കൂടിയുള്ള യാത്രയാണ്. 2500 രൂപയാണ് ഇവർ പറയണത്. 8 പേർക്കൊക്കെ ജീപ്പിലിരിക്കാന്ന് പറഞ്ഞു. രാവിലെ 6 മണിക്ക് പോയാൽ ഉച്ചക്ക് എത്തും. പിന്നെ ഉച്ചക്ക് പോയാൽ വൈകുന്നേരം രാത്രിയാവും എത്തുമ്പോൾ. നൈറ്റ് 5 സ്ഥലത്ത് പോലും നടപടിയാവുകയില്ല. ഓടാൻ പറ്റില്ല. നല്ല കോട മഞ്ഞിറക്കുന്നുണ്ട് കേട്ടോ. കോട ഇത് വേണ്ട, കോട മഞ്ഞാണ്. മഴ പെയ്ത് കാരണം ആന വരാൻ ഇത്തിരി ഡിലേ ഉണ്ട്. ഇതവിടെ ഇതാണ്ട, അവിടെയൊക്കെ നല്ല കോടയാണ്. ഇതാണ് ആന. അതേ ഈ ഭാഗത്താണ് വെള്ളം കുടിക്കുന്നത്. ഇതാണ്ട, ഇവിടെ ബിവറേജാണെന്ന് തോന്നുന്നു ആനയുടെ. ആൾക്കാർ കുറേ ഉണ്ട്, പക്ഷെ ആന വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓഫ് റോഡ് അപാരമാണ്.